760 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അനുവദിച്ചത്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് പൂർത്തിയായിട്ടുണ്ട്, ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം തുടങ്ങുന്നു, അവിടെ ഒരു ഫ്ലൈ ഓവർ, മറ്റു കാര്യങ്ങൾ, ഇനി എക്യുപ്മെൻറ്റ്സ് MRIയും CT സ്കാനും ഒക്കെ ഉൾപ്പെടെ എല്ലാ വിധമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് അതിന് അനുവാദം കൊടുത്ത് ചെയ്യുകയാണ്. അതെല്ലാം അതിനൊരു പ്രൊസീജിയറാണ് ഉള്ളത്. പക്ഷേ ആ പ്രൊസീജിയറിൽ അനാവശ്യമായിട്ടുള്ള കാലതാമസം നേരിടാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അനാവശ്യമായ കാലതാമസം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കപ്പെടും. ഡോക്ടർ ഹാരിസിന്റെ സമാന പ്രശ്നങ്ങൾ മറ്റിടങ്ങളിലുണ്ടോ എന്ന് പരിശോധിക്കൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അടച്ചാക്ഷേപിക്കേണ്ടതില്ല. സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രശ്നം അത് ഇപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന, ഇപ്പോൾ 10 വർഷം മുൻപ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒരു കാത്ത് ലാബ് ഉണ്ടായിരുന്നോ, ഒരു കാർഡിയോളജി സംവിധാനം ഉണ്ടായിരുന്നോ? നമ്മുടെ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 8000-ലധികം പേഷ്യൻസിനാണ് ഈ കാലഘട്ടത്തിൽ ആർദ്ര മിഷനിലൂടെ കാത്ത് ലാബ് സ്ഥാപിച്ചുകൊണ്ട് ഒരു ജനറൽ ആശുപത്രിയിൽ നമ്മൾ ചികിത്സ നൽകുന്നത്. അപ്പോൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനും സ്ട്രെങ്തൻ ചെയ്യുന്നതിനും പരമാവധി ആളുകൾക്ക് ചികിത്സ നൽകുന്നതിനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ചൂണ്ടിക്കാണിച്ച വിഷയത്തിൽ അത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കും. മറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സമഗ്രമായി തന്നെ അവലോകനം ചെയ്യാനായിട്ട് പരിശോധിച്ച് അങ്ങനെ അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല. അല്ല, സമയാസമയങ്ങളിൽ ഉപകരണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 3 മാസത്തിനകം അതിനുള്ള അത് പർച്ചേസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ 500 രൂപയുടെ ഒരു സാധനം 1500, തലേ ദിവസം 500 രൂപയായിരുന്നു, പിറ്റേ ദിവസം 1500 രൂപയ്ക്ക് വാങ്ങി. പ്രശ്നമല്ലേ? അല്ല, ഫണ്ട് പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ കിഫ്ബിയിലൂടെ ഇത്രയും കോടി രൂപ അനുവദിച്ചു, അതിൽ എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം അവിടെ HDS ഫണ്ടുണ്ടെന്നേ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് HDSന് ഫണ്ടുണ്ട്, അവർക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഈ പ്രൊസീജിയറിൽ കാലതാമസം ഉണ്ടാക്കുന്ന നിലയിൽ എന്തെങ്കിലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും. അത് വളരെ തുറന്ന മനസ്സോടെയാണ്. കാരണം ഇവിടെ പ്രധാനം ജനങ്ങളാണ്, ഇവിടെ പ്രധാനം അവിടെ എത്തുന്ന രോഗികളാണ്, അവരുടെ നിസ്സഹായതയും നെടുവീർപ്പുമാണ് പ്രശ്നം. അതൊരു ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ആ രീതിയിൽ താതാത്മ്യം ചെയ്യാൻ, അതിലേക്ക് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഇത് ഞാൻ സംസാരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഞാൻ ഇപ്പോൾ പറയുന്നതാണോ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് പലയിടത്തും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഒക്കെ തന്നെ സംസാരിക്കുമ്പോൾ ഞാനിത് പറയാറുണ്ട്. അതുകൊണ്ട് ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഈ വിഷയം പരിശോധിക്കും. ഇതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പോസ്റ്റും എല്ലാം പരിശോധിക്കും. മെഡിക്കൽ കോളേജുകൾ സമാന പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. അല്ലേ, നോക്കൂ, ഞാൻ ദയവായിട്ട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും സ്വകാര്യ ആശുപത്രികളിലെ ഒരു വിഷയം വാർത്തയായിട്ട് നൽകുമോ? നൽകത്തില്ല. അല്ല, സാധാരണക്കാരന്റെ ആതുരാലയം എന്ന് പറയുമ്പോൾ ജനങ്ങളാണ് എല്ലായിടത്തും. പക്ഷെ സർക്കാർ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും. നല്ല കാര്യം, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കറക്റ്റ് ചെയ്യും, സർക്കാർ കറക്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സർക്കാർ ആശുപത്രികളിലെല്ലാം ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കരുത് ദയവായി. സാധാരണക്കാരൻ്റെ ആതുരാലയമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദയവായി അത് വരുത്തി തീർക്കരുത്. ജനങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് സർക്കാർ ആശുപത്രികളിൽ എത്തിച്ചേരുന്നത്. നമ്മുടെ ജില്ലയിൽ, നമ്മുടെ കലഞ്ഞൂരിൽ ഒരു പെൺകുട്ടിയുണ്ട്. ഭർത്താവ് ആക്രമിച്ച് കൈകൾ 2ആയിട്ട് വേർപെട്ടു. ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുൻപിൽ ചെന്ന ആംബുലൻസിൽ നിന്നു തൊട്ടടുത്തുള്ള അയൽപ്പക്കക്കാരനായ ചെറുപ്പക്കാരൻ വേർപെട്ട് മുറിഞ്ഞു പോയ ആ കൈയുടെ 2 ഭാഗങ്ങളും ഒന്നിച്ച് ചേർത്ത് തോർത്തുകൊണ്ട് കെട്ടിയിട്ട് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ ചെന്നപ്പോൾ പറഞ്ഞു 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ചെയ്യാം. എന്താ ചെയ്തത്? അന്ന് രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി എന്നെ അവർ വിളിച്ചു, എൻ്റെ ഓഫീസിൽ വിളിച്ചു. അപ്പോൾ തന്നെ ഇടപെട്ടു. ഡോക്ടേഴ്സ് എല്ലാം വന്നു. പല ശസ്ത്രക്രിയകൾ നടത്തി, പ്ലാസ്റ്റിക് സർജറി നടത്തി. ഇന്ന് മിടുക്കിയായിട്ട് ഈ സമൂഹത്തിലുണ്ട്, സ്വന്തം മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട്. സാധാരണക്കാരുടെ ആതുരാലയമായതുകൊണ്ടാണ്. അടച്ചാക്ഷേപിക്കരുത് ദയവായി. ഡോക്ടർ പറഞ്ഞല്ലോ, ഡോക്ടർ അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചത്. ഡോക്ടറിന് സിസ്റ്റത്തിൽ ഇതിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഷയം കാണേണ്ടവർ കാണട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം എഴുതിയെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കട്ടെ.
ഈ പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ മഴയത്തും സമരം ചെയ്യാണ് അത് അല്ലേ, അതെ, ഞാൻ കൊണ്ടുവന്ന കോളേജാണ്. 60 കുട്ടികൾക്ക് ഗവൺമെന്റ് സംവിധാനത്തിൽ പഠിക്കാൻ സൗകര്യം ഒരുങ്ങട്ടെ. അങ്ങനെയെങ്കിലും നിങ്ങൾ അത് ചോദ്യം ചോദിച്ചത് നന്നായി. പത്തനംതിട്ടയിൽ ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഉണ്ട്. അത് ഞാൻ കൊണ്ടുവന്ന കോളേജാണ്. ആ കോളേജിലെ കുട്ടികളുടെ കാര്യം അത് പൂർണ്ണമായിട്ടും അതിൻ്റെ മറ്റെല്ലാ നടപടിക്രമം നമ്മൾക്ക് അന്ന് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ അത്രയും കുട്ടികൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ സർക്കാരാണ് റെസ്പോൺസിബിൾ. അല്ല, അതെല്ലാം സർക്കാർ ഒരുക്കും. അതിനെല്ലാം പണവുമായിട്ടുണ്ട്. എൻ്റെ തന്നെ ഫണ്ടിൽ നിന്ന് ബസ് കൊടുത്തിട്ടുണ്ട്. AS ആയിട്ട് കളക്ടറേറ്റിൽ അന്വേഷിച്ചാൽ മനസ്സിലാകും. AS ആയിട്ടുണ്ട്. നഴ്സിംഗ് കൗൺസിലിൻ്റെ ബസ്സുണ്ട്. ഞാൻ കൊണ്ടുവന്ന നഴ്സിംഗ് കോളേജാണ്. അത്രയും കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് കഴിയട്ടെ. അപ്പോൾ സർക്കാർ റെസ്പോൺസിബിൾ ആണ്. അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറയട്ടെ, അവർക്ക് ഇവിടെ ഒരു പത്തനംതിട്ടയിൽ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു വനിതകൾക്ക്. ഞാനൊരു ഹോസ്റ്റൽ കൊണ്ടുവന്നു വനിതാ വികസന കോർപ്പറേഷൻ്റെ. അത് ഇതിനോടനുബന്ധിച്ച് ഞാൻ കൊണ്ടുവന്നതാണ്. കാരണം ഈ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ അവിടെ ഹോസ്റ്റൽ ഉണ്ടാകണം. നഴ്സിംഗ് കോളേജ്, ജനറൽ ആശുപത്രി, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് പത്തനംതിട്ട ഇത്രയും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുമായിരുന്നില്ല. കോന്നിയിൽ ഞാൻ സിമറ്റിൻ്റെ നഴ്സിംഗ് കോളേജ് കൊണ്ടുവന്നു. ആറന്മുളയിൽ കേപ്പിൻ്റെ നഴ്സിംഗ് കോളേജ് കൊണ്ടുവന്നു. എന്തിനാണ്? മറ്റു പല സംസ്ഥാനങ്ങളിലും പോയി തട്ടിപ്പിനിരയാകുന്ന കുട്ടികൾ, എത്ര കുട്ടികൾ ഓരോ ദിവസവും എൻ്റെ ഓഫീസിലേക്ക് എത്തിച്ചേരുക, സർട്ടിഫിക്കറ്റ് പോയി സഹായിക്കണം, ലോൺ എടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ എന്ന് ഞാനാണ് വാർത്തയുടെ പ്രതികരണം കൂടിയാണ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ പറഞ്ഞത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജിന്റെ ദുരവസ്ഥയെക്കുറിച്ച് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് അഭിലാലിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അതിൽ കുട്ടികൾ പറയുന്നുണ്ട് അവർക്ക് വേണ്ട ഒരു സൗകര്യങ്ങളില്ല, വേണ്ട രീതിയിൽ ടോയ്ലറ്റ് സൗകര്യമില്ല, ബസ്സില്ല, അതിന് അംഗീകാരം കിട്ടിയിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ എന്തായാലും മന്ത്രി അത് അംഗീകരിക്കുന്നുണ്ട്. സർക്കാരിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് ചെയ്യുമെന്നാണ്. എന്തായാലും ആ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കും.